ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. ഷെയ്ൻ നിഗം തമിഴിൽ പോയി അഭിനയിച്ച മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയുടെ തുടക്കം ഞാൻ കണ്ട സമയത്തെ എനിക്ക് തോന്നിപ്പോയി, ഷെയ്നൊക്കെ ഈ ഒരു സിനിമയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണെന്നൊക്കെ തോന്നിപ്പോയി. കാരണം ഫസ്റ്റ് ഹാഫിൻ്റെയും അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ടൈമൊക്കെ ഷെയ്ൻ്റെ അഭിനയമൊക്കെ വളരെ മോശമായിരുന്നു. ഒരു ശോകം പിടിച്ചൊരു അഭിനയം, ഒട്ടും അങ്ങോട്ട് ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊന്നും സെറ്റ് ആവാത്തതൊക്കെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ വന്ന് ഈ സിനിമയുടെ കഥ ഒന്ന് സീരിയസ് ആവുന്ന ആ ഒരു ടൈം പീരീഡിൽ ഷെയ്ൻ നിഗാമിൻ്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ, അതായത് ഷെയ്ൻ നിഗാമിന് ഈ ഒരു ഫീൽഡുണ്ട്, ഒരു എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ, ഒരു മാസ്, ആ ഒരു രീതിക്കുള്ള ഒരു ഫീൽഡാണ് ഷെയ്ൻ്റെയൊക്കെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ആ ഒരു ടൈംസിൽ നിന്നിട്ട് ഷെയ്ൻ നിഗാമിൻ്റെ പെർഫോമൻസൊക്കെ വേറെ ലെവലായിരുന്നു എന്ന് വേണം പറയേണ്ടത്. അതല്ലാതെ റൊമാൻസ് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു തമിഴ് പയ്യൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കൂടെ ഇങ്ങനെ അവതരിപ്പിച്ച സമയത്ത് ഒട്ടും ഒരു സ്യൂട്ട് വന്നില്ല. ഇപ്പോൾ നമ്മുടെ ജെയ്യൊക്കെ ചെയ്ത ഒരു അടിസ്ഥാന ഒരു റോളൊക്കെ ഉണ്ട് അവരുടെ ബിഗിനിങ് ടൈമിലൊക്കെ, ആ ഒരു കണക്കൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഷെയ്ൻ അങ്ങനെ സങ്കല്പിച്ച് നോക്കാൻ വേണ്ടി പോലും നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ആ ഒരു മാസ് സീനിലേക്കോട്ട് ഫൈറ്റിലേക്ക് വന്ന സമയത്തൊക്കെ വേറെ ലെവലാണ്. പിന്നെ കലയരസൻ, കരുണാസ്, ഇതിലെ വില്ലൻ റോൾ ചെയ്തൊരു പയ്യൻ, ആ ഒരു കലയരസൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആ ഒരു പെൺകുട്ടിയുടെയൊക്കെ പെർഫോമൻസൊക്കെ വേറെ ലെവലായിരുന്നു. ഇവരുടെയൊക്കെ പെർഫോമൻസൊക്കെ എല്ലാം ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആണെന്ന് വന്നിരിക്കുന്നത്. മികച്ച ഒരു കഥയുണ്ട് ഈ പടത്തിന്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉള്ളിലിട്ടിറങ്ങിയ പോകുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു മരണമാണ് ഈ ഒരു സിനിമയുടെ ഇതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു തീം വെച്ചിട്ട് ഇവനല്ലേ പ്രതി, അവനല്ലേ പ്രതി എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കാണിക്കുന്നത് ഈ സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിപ്പോൾ. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു കഥ കാണിക്കണതാണ്. അങ്ങനെ വേണം ഈ കഥ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടത്. ഇത് കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര ഒരു ലാഗ് തോന്നിപ്പോൾ. അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത് വലിച്ചിട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നിപ്പോൾ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ക്യാമറ വർക്ക്, കോസ്റ്റ്യൂംസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം വേറെ ലെവലായിരുന്നു. ഇതെല്ലാം വേറെ ലെവലായിട്ട് ഇങ്ങനെ പോയൊരു സംഭവമാണ് മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ ഈ സിനിമ. ഷെയ്ൻ നിഗാമിനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ മാറി വരുന്ന കഥാപശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ സിനിമ ഒരു നല്ല പടമാണെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഷെയ്ൻ നിഗം തമിഴിൽ പോയി മാക്സിമം എഫർട്ട് ഇട്ട് ഈ ഒരു സിനിമ ചെയ്തുകൊണ്ടാണ് പറയേണ്ട. ഷെയ്ൻ നിഗാമിൻ്റെ പടം എന്ന ലേബലിൽ കൂടി ഈ പടം അറിയപ്പെടും. സോ ആ ഒരു കാര്യം വെച്ച് കാണുന്നുണ്ടെങ്കിൽ അടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ് മദ്രാസ്കാരൻ. വളരെ മോശമോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കണ്ടിരിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് മദ്രാസ്കാരൻ സിനിമയെ പറ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഓക്കെ.